കമൽഹാസൻ വിക്രം സിനിമയിലൂടെ കമ്പാക്ക് നടത്തി. രജനീകാന്ത് ജയിലർ സിനിമയിലൂടെ അതിനേക്കാൾ വലിയ കമ്പാക്ക് നടത്തി. കമൽഹാസൻ ഇന്ത്യൻ ടു ഇറക്കി പൊട്ടിച്ചു. ബ്രഹ്മാണ്ടൻ പണ്ണുന്നേ, കോടികളെല്ലാം മുടിക്കുന്നേ, പ്രൊഡ്യൂസർ മൂഞ്ചുന്നേ, പടം മൂഞ്ചി തെറ്റുന്നേ. രജനീകാന്ത് വേട്ടയൻ ഇറക്കി പൊട്ടിച്ചു. കമൽഹാസൻ ബ്രാൻഡ് ഡയറക്ടറായ മണിരത്നത്തിനോടൊപ്പം തഗ് ലൈഫ് ചെയ്ത് പൊട്ടിച്ചു. രജനീകാന്ത് അതിനേക്കാൾ ബ്രാൻഡായ ലോകേഷിനോടൊപ്പം കൂലി ഇറക്കി. ഇപ്പൊ ടാരിയായി. நட்புக்கு இதை விட எடுத்துக்காட்ட வேணுமா? ഇല്ലടാ, കൂലിക്ക് ഒരിക്കലും നെഗറ്റീവ് റെസ്പോൺസ് വരത്തില്ലടാ. കട്ട നെഗറ്റീവാ മച്ചാനെ. ஒரு கதை சொல்லிட்டா சார். ஒரு தேவையில்லை. ബ്രാൻഡ് മീറ്റ്സ് ബ്രാൻഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു 1 സ്റ്റാറിന്റെ ഉള്ള ആക്ടറിന്റെ കൂടെ ഒരു സൂപ്പർ ഡയറക്ടർ നിൽക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ ഭയങ്കര പീക്കായിരിക്കും. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷനെ യാതൊരു രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യാത്ത പടമായിരുന്നു കൂലി. ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും. ശരിക്കും പറഞ്ഞാൽ ജയിലർ ഇറങ്ങി വൻ ഫോമിൽ നിൽക്കുന്ന രജനീകാന്ത് ലിയോ റിലീസിന് മുന്നേ അനൗൺസ് ചെയ്ത സിനിമയായിരുന്നു ഇതേ ലോകേഷ് രജനി കോംബോയിൽ വരാൻ പോകുന്ന കൂലിയെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഹൈപ്പൊക്കെ പീക്ക് ലെവലായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ തിയറികളാണ് നമ്മളെ ഏറ്റവും അധികം ചിരിപ്പിക്കുന്നത്. ടൈം ട്രാവൽ ആണ്, ഈ ഇരിക്കുന്ന ചെയറിൽ ഇരുന്നാൽ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാം, ഉപേന്ദ്രയുടെ ക്യാരക്ടർ ഓൾറെഡി പാസ്റ്റിൽ മരിച്ചതാണ്, ആ ക്യാരക്ടറെ പോയി രജനീകാന്ത് വീണ്ടും കാണുന്നു. എന്തെല്ലാം രീതിയിലുള്ള തിയറികളാണ് പടച്ചു വിട്ടത് ഇപ്പോഴും വ്യക്തമല്ല. ദില്ലി 10 കൊല്ലം ജയിലിലിരുന്ന കഥയൊക്കെ പറയുന്നുണ്ട്. 10 വർഷം ഉള്ള ഇരുന്നാനേ தெரியும். അതിற்கு മുன்னாடி என்ன பண்ணிட்டு இருந்தேன்னு தெரியல. 10 வருஷம் உள்ள இருந்தேன்னு மட்டும் தானே சார் தெரியும். உள்ள போறதுக்கு முன்னாடி என்ன பண்ணிட்டு இருந்தேன்னு தெரியாது. ഈ 10 വർഷത്തിന് മുന്നേ ദില്ലി രജനീകാന്തിലൂടെ ഹാർബറിൽ ജോലി ചെയ്യുവാണെന്ന് വരെ പറഞ്ഞു വരുത്തിയവന്മാരുണ്ട്. പടം കണ്ടു തീരുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു സാധാ ഹാർബറിലെ ജോലിക്കാരനായിരുന്ന രജനീകാന്ത് എങ്ങനെയാണ് ഇത്രയും വലിയ മാൻഷൻ ഹൗസ് ഉണ്ടാക്കിയത്? അവിടത്തെ തന്നെ ജോലിക്കാരനായ സത്യരാജ് എങ്ങനെയാണ് 30 വർഷം കഴിഞ്ഞ് വലിയ സയന്റിസ്റ്റ് ആയി മാറിയത്? നാഗാർജുനയുടെ മോൻ എന്തിനാണ് ഇവളെ തന്നെ കയറി പ്രേമിച്ചത്? വേറെ പെണ്ണുങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നോ? ഒരുപാട് ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ആളുകൾ തന്റെ പക്കലുണ്ടായിട്ട് ശ്രുതിഹാസനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 3 മകുണ്ടികളെ എന്തിനയച്ചു? ഉപേന്ദ്ര എന്തിന് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ആ റൂമിൽ കഥ കടച്ചിട്ട് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നു? ഒന്നും തന്നെ ആരും പറഞ്ഞു തരുന്നില്ല പടം കണ്ടു തീരുമ്പോ. ഇനി ഞാനൊരു ജോത്സ്യനെ വിളിച്ചിരുന്ന് കവടി നിർത്തി തനിക്ക് പറഞ്ഞു തരാടോ, പോണോ? സംഭവം നാഗാർജുനയുടെ ക്യാരക്ടർ വലിയ ഗ്യാങ്സ്റ്ററാ. പക്ഷെ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി പോലും ഒരുത്തനെ ഇവൻ കൂടെ നിർത്തത്തില്ല. പടത്തിന്റെ കഥ നോക്കിയാൽ വിശാഖപട്ടണം പോർട്ട് നാഗാർജുനയുടെ കസ്റ്റഡിയില്ല. പുള്ളിക്ക് ഒരു അടിമ പോലത്തെ കൂടെ നടക്കുന്ന ക്യാരക്ടറാണ് സൗബിന്റെ ക്യാരക്ടർ. ഇവന്റെ പേര് രാജാക്കണ്ണെന്നല്ല, അടിമക്കണ്ണെന്നാണ്. എടാ അടിമക്കണ്ണ. പക്ഷെ ഈ സൗബിന് കൊടുത്ത സ്ക്രീൻ ടൈം പോലും നാഗാർജുനയ്ക്ക് കൊടുക്കുന്നില്ല. ഇവർ ഈ പോർട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് കുറെ പോലീസുകാരെ സ്പൈ ഏജൻസ് ആയിട്ട് പോലീസുകാരായിരിക്കും. പക്ഷെ ഇത് വേറൊരു റൂട്ടിലാണ് കഥ നടക്കുന്നത്. പക്ഷെ ആ കഥയുമായിട്ട് യാതൊരു ലിങ്കും അല്ലാത്ത കഥയാണ് പിന്നെ നടക്കുന്നത്. ശരിക്കും ആ റേഞ്ചിൽ ഒരു കഥ പിടിച്ചു പോയായിരുന്നു ഇതിനേക്കാൾ നല്ലൊരു കഥ കിട്ടിയാണ്. രജനീകാന്ത് സ്വന്തമായിട്ടൊരു മാൻഷൻ ഹൗസ് നടത്തുന്നു. പുള്ളിയുടെ പഴയ കൂട്ടുകാരനെ സത്യരാജിനെ ആരെ കൊല്ലുന്നു. ആ കൊല്ലുന്നത് ആരെന്ന് കണ്ടുപിടിക്കാനുള്ള കഥയാണ് പിന്നെ നടക്കുന്നത്. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഈ സംഭവം ജയിലറിൽ ചെയ്ത സെയിം ഐഡിയ തന്നെ ലോകേഷ് ഇവിടെയും ചെയ്യാൻ നോക്കി. പക്ഷെ സംഭവം പാളിപ്പോയി. ഉദാഹരണത്തിന് ജയിലറിൽ കന്നഡയിൽ നിന്ന് ശിവരാജ് കുമാറിനെ കൊണ്ടുവന്നു, ഇവിടെ ഉപേന്ദ്രനെ കൊണ്ടുവന്നു. ജയിലർ 1 സുനിലെ കൊണ്ടുവന്നു, ജയിലർ 2 ബാലയെ കൊണ്ടുവരാൻ പോകുന്നു. അതുകൊണ്ട് ഇവിടെ തെലുങ്കിന് നാഗാർജുനെ കൊണ്ടുവന്നു. ജയിലറിൽ മോഹൻലാലിനെ കൊണ്ടുവന്നു, അതിന് പകരമായിട്ട് ഇവിടെ സൗബിനെ കൊണ്ടുവരുന്നു. ജയിലറിൽ ഹിന്ദിയിൽ ജാക്കി ഷറഫിനെ കൊണ്ടുവന്നു, അതിന് പകരമായിട്ട് ഇവിടെ അമീർ ഖാനെ കൊണ്ടുവരുന്നു. പക്ഷേ ജയിലറിൽ കൊണ്ടുവന്നപ്പോൾ കിട്ടിയതിന്റെ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ലോകേഷിനെ കൊണ്ട് പറ്റിയില്ല. ശരിക്കും ലോകേഷ് തന്നെയാണോ ഇത് പണി വിട്ടതെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത രീതിയിലാണ് സിനിമയുടെ ആ ഒരു സ്റ്റോറി പോകുന്നത്. അല്ല, ഇത് ലോക്കി പണലല്ല, ലോക്കി പണിയാൽ ഇതുപോലെ ആയിരിക്കത്തില്ല. അതായത് ചെറിയൊരു കഥ, ഇത്രയുള്ളൊരു കഥയിൽ ഇത്രയും ക്യാരക്ടേഴ്സിനെ വെക്കാനായിട്ട് ഒരു കഥ അങ്ങ് പടച്ചു വിട്ടേക്കുക. ശരിക്കും പറഞ്ഞാൽ കഥയിലുള്ള ക്യാരക്ടേഴ്സിനെ ഒന്നും തന്നെ നമ്മൾ പടം കണ്ടു തീരുമ്പോൾ ഓർക്കാറ് പോലും ഇല്ല. ഉപേന്ദ്രയുടെ ക്യാരക്ടർ പിന്നെ മനസ്സിൽ ഓർത്ത് നിൽക്കും. തുടക്കം മുതൽ ഒടുക്കം വരെ പുള്ളി റൂം അടച്ചിട്ടിട്ട് അവിടെ ഏതാണ്ട് കാണിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ടായാലും ലാസ്റ്റ് ബിസിലടിക്കുമ്പോൾ ഇറങ്ങി വരും. ഒരു പക്ഷേ ഈ രജനീകാന്ത് അവിടെ ബിസിലടിച്ചില്ലായിരുന്നെങ്കിൽ ഉപേന്ദ്ര ഇറങ്ങി വരത്തുമില്ല, ഇവന്മാരെല്ലാം അവിടെ വെട്ടുകൊണ്ട് ചാവുകയും ചെയ്യും. തഗ് ലൈഫ് സിനിമയിൽ കമൽഹാസൻ ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ട് മാറുന്നതൊക്കെ കാണിക്കും. പക്ഷെ പുള്ളി എന്ത് ബിസിനസ് നടത്തുന്നു, എങ്ങനെ ഇത്രയും വലിയ ആളായി ഒന്നും കാണിക്കത്തില്ല. സെയിം ലോജിക്ക് കൂലി സിനിമയിൽ ഒരു ഹാർബറിലെ സാധാരണ കൂലിക്കാരനായ രജനീകാന്ത് എങ്ങനെ ഇത്രയും വലിയ മാൻഷൻ ഹൗസ് ഉണ്ടാക്കിയെന്നോ ഒന്നും കാണിക്കുന്നില്ല. എങ്ങനെ റിച്ചായി അതൊക്കെ വായുവിൽ എഴുതി കൂട്ടി. ഏജന്റ് ടീനയിൽ നമ്മൾ കണ്ട സെയിം ട്രാൻസ്ഫോർമേഷൻ സീൻ ഇവിടെ എടുത്തു നോക്കി. പേഴ്സണലി എനിക്കത് വർക്കായിട്ടില്ല. പടത്തിന്റെ ഇന്റർവെല്ലില് വിക്രമിൽ പണി വെച്ചതിനേക്കാൾ വലിയൊരു പണലുണ്ടെന്ന് ലോകേഷ് വരുന്ന ഇന്റർവ്യൂവിൽ എല്ലാം പറയുക. എന്നിട്ട്
രജനീകാന്ത് അവിടെ നിന്ന് എന്തോ ചെയ്തതുകൊണ്ട് മാത്രം എന്തോ ഒരു ഇമ്പാക്ട് ഉണ്ടായി. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഇന്റർവെല്ലുകളിൽ ഏറ്റവും മോശം ഇന്റർവെല്ലായിട്ട് എനിക്കിത് പേഴ്സണലി തോന്നിയുള്ളൂ. സൗബിനെ നാഗാറിനെ അടിക്കുന്ന ഒരു സീൻ അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പടം കയ്യിൽ നിന്ന് പോയെന്ന്. പിന്നെയും ഇപ്പൊ കയറും എന്ന് കാണിച്ചിട്ട് ഫ്ലാഷ് ബാക്ക് സീൻ വരുമ്പോൾ മാത്രം എന്തോ ഒന്ന് സംഭവിക്കുമെന്ന് തോന്നും. ബട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. വിചാരിക്കും ഇപ്പൊ നടക്കുമെന്ന്, പക്ഷെ ഒന്നും നടക്കില്ല. പടത്തിൽ ശരിക്കും പറഞ്ഞാൽ ലോകേഷിന്റെ കയ്യിൽ നിന്ന് ഒരു കാര്യം റെട്രോ സോങ്ങുകൾ പ്ലേസ് ചെയ്യുന്ന കാര്യമാണ്. ആക്ച്വലി നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത ഏതോ ഒരു പാട്ടിട്ടിട്ട് ഒരു ചത്തിട്ട് റീത്ത് വെക്കുന്ന പോലെ അവിടെ കൊണ്ടത് പ്ലേസ് ചെയ്ത് എന്ത് കാര്യത്തിന്. അത്രയും നേരത്തില് പടം ലാഗാവുമ്പോഴാണ് ആ ഒരു സംഭവം ചെയ്യേണ്ടത്. ഇത് അക്കാര്യത്തിൽ ജയിലറിൽ നെൽസൺ ഒക്കെ ചെയ്ത് കാണണം. അതായത് പടം താഴോട്ട് പോകുമ്പോഴത്തേക്ക് അത് ഇട്ടോളും. അന്നേരം നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ അതിലോട്ട് അങ്ങ് കയറാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ എന്തെങ്കിലും ക്യാമിയോ എടുത്തിടും, അല്ലെങ്കിൽ പിന്നെ അത് മതി. അത് ചെയ്യുന്നില്ല. അവിടാണ് ലോകേഷിന് വാളിപ്പോയത്. അക്കാര്യത്തിൽ നമുക്ക് ഗുഡ് ബാഡഗ്ലിയില് ആദിക് രവിചന്ദ്രൻ ചെയ്ത പരിപാടി പടം എവിടെ ലാഗാവോ അവിടെ ഒരു റിട്രോസ് ഒക്കെ ഇടും, അല്ലെങ്കിൽ അജിത്തിന്റെ ഏതെങ്കിലും പഴയ പടത്തിന് റെഫറൻസ് ഇടും. അപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നവർ പിന്നെ അതും കണ്ടിരുന്നു. ഇതില് നാഗാർജുനൊക്കെ ഡാൻസ് കളിക്കുന്ന സീനില്ല സോണിയ സോങ് ഒക്കെ ഇട്ടായിരുന്നു. ഏത് റേഞ്ചിൽ പോകേണ്ട സീനായിരുന്നു അതൊക്കെ. അത് ഇട്ടിട്ട് അതായത് രജനീകാന്തിന് ഒരു പണി കൊടുത്തിട്ട് നാഗാർജുന ആ സോങ് ഇട്ടൊരു ഡാൻസ് കളിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് രജനീകാന്ത് തിരിച്ചു വന്ന് അങ്ങനെ ചെയ്യണം. രജനീകാന്തിന്റെ ഒരു പാട്ടാണ് ഇത്. അതൊന്നും ചെയ്യാതെ നല്ലൊരു ചാൻസ് ലോകേഷ് മിസ്സാക്കി. ലൈഫിൽ തന്നെ ഇനി നാഗാർജുന ഒരു വില്ലൻ റോളും ചെയ്യാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ള നാഗാർജുനയ്ക്ക് കിട്ടുമായിട്ട് അവിടെ പ്ലേസ് ചെയ്യാമായിരുന്നു ഈ മര സോങ്. ലിജോ ജോസ് പല്ലിശ്ശേരി മലക്കോട്ടെ വാലിബൻ എടുക്കുന്നതിന് മുന്നേ വൺ അണ്ടർ റേറ്റഡ് ആയിരുന്നു. ഇതുകൂടാതെ ബ്രാൻഡ് ആയിരുന്നു. പടം എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഓവർ റേറ്റഡ് ആയി. പൃഥ്വിരാജ് എമ്പുരാൻ ഇറക്കുന്നതിന്റെ തലേ ദിവസം മുന്നേ, അല്ലെങ്കിൽ എമ്പുരാൻ രാവിലെ 6 മണിക്ക് റിലീസ് ആയെങ്കിൽ 5:59 വരെ ബ്രാൻഡാണ്. ഇതുകൂടാതെ രാജമൗലിക്ക് വരെ മലയാളികൾ എടുത്തു വെച്ചൊരു ഡയറക്ടറാണ്. എമ്പുരാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഓവർ റേറ്റഡ് ആയി. സെയിം ലോജിക്ക് തന്നെ ഈ ഒരു ഒറ്റ പടം കൊണ്ടൊന്ന് ലോകേഷ് ഓവർ റേറ്റഡ് ആണെന്ന് പറയരുത്. പുള്ളിയുടെ വിക്രം ഒക്കെ ചെയ്തു വെച്ചേക്കുന്ന സംഭവം അത് മാത്രം മതി. ഇത് വെച്ചിട്ടാണ് ഓർത്തമാര് ശങ്കർ ഓവർ റേറ്റഡ് ആണ്, ഡയറക്ടർ ഹരി ഓവർ റേറ്റഡ് ആണ്, മണിരത്നം കരിയറിൽ ആദ്യമായിട്ടൊരു വാളിപ്പടം ചെയ്തുകൊണ്ട് മണിരത്നത്തെ ഓവർ റേറ്റഡ് ആക്കിയവന്മാരാണ് ഇപ്പൊ ലോകേഷിനെ ഓവർ റേറ്റഡ് ആകുന്നത്. ഇപ്പൊ പറയുന്നത് നെൽസനെ കണ്ടുപടി. ഈ നെൽസനെ കണ്ടു പഠിക്കുന്നെന്ന് പറയുന്നവന്മാര് 2-3 കൊല്ലം മുന്നേ തന്നെ ഈ നെൽസനെ കണ്ടു പഠിക്കുന്ന പറയാഞ്ഞത്. നെൽസൺ ബീസ്റ്റ് ഇറക്കിയപ്പോൾ നെൽസൺ പോയി, നെൽസൺ ജയിലർ ഇറക്കിയപ്പോൾ നെൽസൺ കിടുവായി, ലോകേഷ് വിക്രമൻ ഡിയോ ഇറക്കിയപ്പോൾ ലോകേഷ് കിടു, ഇപ്പം കൂടി ഇറക്കി പൊട്ടാറായ ഉടനെ ലോകേഷ് ഓവർ റേറ്റഡ്. ഏത് ലോജിക്ക് വെച്ചാ പറഞ്ഞത്? ഇനി നാളെ കൈദി 2 ഹിറ്റായി ജയിലർ 2 ഫ്ലോപ്പായ ഇതേ യുവന്മാരെല്ലാം തന്നെ ലോകേഷിനെ കണ്ടുപടിയടാ നെൽസ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാൻ. ബൈ.